ബെസ്റ്റ് ഇൻഫോയുടെ LP-UP ഇൻ്റർവ്യൂ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചില ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ഉൾക്കാഴ്ച പഠനം ഏത് മനഃശാസ്ത്ര ചിന്താധാരയുടെ സംഭാവനയാണ്? ഉത്തരം ഗസ്റ്റാൾട്ട് സൈക്കോളജി. നെക്സ്റ്റ്, ജീവിതത്തെ പ്രതിസന്ധി ഘട്ടങ്ങളായി വിഭജിച്ച മനഃശാസ്ത്ര ചിന്തകൻ ആരാണ്? ആൻസർ എറിക് എറിക്സൺ. നെക്സ്റ്റ്, പഠനപ്രക്രിയയിൽ പഠിതാക്കൾ കൈവരിച്ച നേട്ടങ്ങൾ ക്രമമായി വിലയിരുത്തപ്പെടുന്ന രീതി അറിയപ്പെടുന്നത് സംരചനാ മൂല്യനിർണ്ണയ രീതി, അതായത് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യനാണ്, ബോധമണ്ഡലത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? 3. 1 വൈജ്ഞാനിക മണ്ഡലം കൊഗ്നിറ്റീവ് ഡൊമെയിൻ, 2 ഭാവമണ്ഡലം അഫക്റ്റീവ് ഡൊമെയിൻ, 3 മനഃശാസ്ത്രിക മണ്ഡലം സൈക്കോമോട്ടോർ ഡൊമെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ജനാധിപത്യ വിദ്യാഭ്യാസ ക്രമത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഏവ? സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, നീതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കളിരീതിയുടെ ഉപജ്ഞേതാവാര്? ഫ്രോബൽ. നെക്സ്റ്റ്, ജീവിത സ്ഥലം ലൈഫ് സ്പേസ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞേതാവാര്? കർട്ട് ലെവിൻ. നെക്സ്റ്റ് ചോദ്യം, എഡ്യൂക്കേഷൻ ഓഫ് മാൻ ആരുടെ രചനയാണ്? ഫ്രോബൽ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി ആവർത്തിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1, ഉൾക്കാഴ്ച പഠനം ഏത് മനഃശാസ്ത്ര ചിന്താധാരയുടെ സംഭാവനയാണ്? ആൻസർ ഗസ്റ്റാൾട്ട് സൈക്കോളജി. ജീവിതത്തെ പ്രതിസന്ധി ഘട്ടങ്ങളായി വിഭജിച്ച മനഃശാസ്ത്ര ചിന്തകൻ ആര്? ആൻസർ എറിക് എറിക്സൺ. അടുത്ത ക്വസ്റ്റ്യൻ, പഠനപ്രക്രിയയിൽ പഠിതാക്കൾ കൈവരിച്ച നേട്ടങ്ങൾ ക്രമമായി വിലയിരുത്തപ്പെടുന്ന രീതി അറിയപ്പെടുന്നത് സംരചനാ മൂല്യനിർണ്ണയ രീതി, അതായത് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. നെക്സ്റ്റ്, ബോധമണ്ഡലത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? 3. 1 വൈജ്ഞാനിക മണ്ഡലം കൊഗ്നിറ്റീവ് ഡൊമെയിൻ, 2 ഭാവമണ്ഡലം അഫക്റ്റീവ് ഡൊമെയിൻ, 3 മനഃശാസ്ത്രിക മണ്ഡലം സൈക്കോമോട്ടോർ ഡൊമെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ജനാധിപത്യ വിദ്യാഭ്യാസ ക്രമത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഏവ? ഉത്തരം സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, നീതി. നെക്സ്റ്റ്, കളിരീതിയുടെ ഉപജ്ഞേതാവാര്? ഫ്രോബൽ. നെക്സ്റ്റ്, ജീവിതസ്ഥലം ലൈഫ് സ്പേസ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞേതാവാര്? കർട്ട് ലെവിൻ. അടുത്ത ക്വസ്റ്റ്യൻ, എഡ്യൂക്കേഷൻ ഓഫ് മാൻ ആരുടെ രചനയാണ്? ഫ്രോബൽ.